Guinness, 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 Guinness. നമസ്കാരം, ഇതാണ് കൊച്ചിൻ ഗിന്നസ്. ഇത് കൊച്ചിൻ ഗിന്നസിന്റെ റിഹേഴ്സൽ ക്യാമ്പ്. ഇങ്ങനെ കിടക്കുന്നൊന്നും നോക്കണ്ട കേട്ടാ, ഇതെല്ലാം അടിപൊളിയായിരുന്നു. ഏകദേശം നമ്മുടെ സ്റ്റേജ് ഷോൻ്റെ കാര്യം എടുത്താൽ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ, മാർജിൻ ഫ്രീ കോമഡി ഷോ, ടൈം മിഷൻ കോമഡി ഷോ, ഇനി ഒന്ന് ഈ 3 ഷോ കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ഷോസിൻ്റെയും റിഹേഴ്സൽ ക്യാമ്പ് ഇവിടെയായിരുന്നു. ഒരു കൂട്ടം കലാകാരന്മാരുടെ ദിവസങ്ങളോളമുള്ള പരിശീലനം, അതാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം. ഇവിടെ വെച്ചാണ് ആർട്ടിസ്റ്റുകൾ പുതിയ ഐറ്റംസ് ഉണ്ടാക്കുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു വേദിയിലായിരുന്നു. ചെപ്പ് കലുക്കണ ചങ്ങാതി, നിന്റെ ചെപ്പ് തുറന്നൊന്നും കാട്ടൂലേ? തുന്നണതെന്താ? അയ്യോ, മിന്നണല്ലേ ചേട്ടാ. എന്റെ സ്കൂൾ തുറക്കും വിടാനുള്ള കൊച്ചു നിക്കറന്തേ? എന്റെ കൊച്ചിന് സ്കൂൾ തുറക്കും വിടാനുള്ള നിക്കറന്തേ? ബൈക്ക് മേടിച്ചെന്താ നല്ല കാര്യമല്ലേ? നല്ല കാര്യം. ഈ ബൈക്കിന്റെ ഞാൻ പെട്രോൾ അയച്ചു എന്റെ കുടുംബം തകർക്കാനല്ലായിരുന്നു അളിയന്റെ ലക്ഷ്യം. അത് ശരി, നീ ഇവന് പെട്രോൾ അടിക്കണ ബൈക്ക് മേടിച്ചു കൊടുക്കും അല്ലടാ ചതിയാ. ൂത്തിൽ നിന്നും പിന്നീട് കലക്കത്ത് കുഞ്ഞൻ നമ്പ്യാർ അത് ഓട്ടം തുള്ളിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് തലമുറയായിട്ട് കൈമാറി ഹാസ്യകഥാപ്രസംഗം കൊണ്ടുവന്നു. ഏകദേശം ഒരു 11 വർഷത്തോളം കൈരളി ചാനലിൽ കോമഡിയും മിമിക്സും പിന്നെ ഞാനും എന്ന പ്രോഗ്രാം നടത്തിയിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം ഏകദേശം 10 വർഷത്തിലധികം ഇതേ ഈ ഫ്ലോറിൽ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തിരുന്നത്. ഓഹോ, നീ എന്തുടായിപ്പാ ചെയ്തേ? അതായത് ഈ മാനസിക രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി. എന്തിന്റെ? ഈ ഭ്രാന്തില്ലേ, ഭ്രാന്ത്. ഈ ഭ്രാന്ത് മാറാനുള്ള ചികിത്സക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ധനസഹായം കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു മുട്ടൻ ഉടായ്പ അങ്ങോട്ട് ഒപ്പിച്ച്. എങ്ങനെയാടാ നീ ഉടായ്പ ഒപ്പിച്ചേ? ഞാൻ അവിടെ ചെന്നിട്ടേ അച്ഛനും മുതുഭ്രാന്തങ്ങടെ എഴുതി അങ്ങോട്ട് കൊടുത്തു. ഉടായ്പ കാണിച്ച് അവസാനം സ്വന്തം തന്തയ്ക്ക് തന്നെ ഉടായ്പ എടുക്കാനോടാ? ഇവിടെ അമ്പലത്തിൽ മാല കെട്ടാൻ നിൽക്കണവൻ റോട്ടിൽ കൂടി പോയ ഒരു പെണ്ണിന്റെ മാല പൊട്ടിച്ചു കൊണ്ടുപോയി. അവനെ പോലീസ് കൊണ്ടുപോയി. അതിന് പകരം ഞാൻ ആളെ കൊണ്ട് വന്നിട്ടില്ലേ? ഞാൻ ആരെ കൊണ്ടുവന്നത്? വേലി കെട്ടുന്ന രാജുവിനെ. വേലി കെട്ടുന്ന രാജുവാണോ അമ്പലത്തിൽ മാല കെട്ടാൻ നിർത്തുന്നത്? അവന്റെ വേലി കെട്ട് നല്ല സ്ട്രോങ് ആണ്. അപ്പൊ മാല കെട്ടി എന്തായിരിക്കും? മാല കെട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. ഹലോ, ഇതൊക്കെ കൊടുക്കാട്ടാ. സാറേ സാറിന്റെ മോള് സാറിന് ഉമ്മ തരാൻ വേണ്ടി വിളിക്കുന്നു. തൽക്കാലം നീ ഇപ്പൊ മേടിച്ചു വെക്ക്, കുറച്ച് കഴിയുമ്പോ എനിക്ക് തന്നാ മതി. തിരുമേനി, എന്തു പറ്റി രാമാ? തിരുമേനി പറഞ്ഞ പോലെ ആ സ്വർണ്ണം വിസർജിക്കുന്ന ആളെ ഞാൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഇങ്ങോട്ട് വിളിക്കുക. ഇങ്ങനെ കയറി വരിക. എന്താ തന്റെ പേര്? കോടതിയെ കൂവി ആക്ഷേപത്തിന് ഇയാൾക്ക് 100 രൂപ പിഴ വിധിച്ചിരിക്കുന്നു. കോടതിയെ തുടുമക്കി ആക്ഷേപത്തിന് ഇയാൾക്ക് 500 രൂപ പിഴ വിധിച്ചിരിക്കുന്നു. ഒരു കാര്യം, സാർ 1000 രൂപ എഴുതിക്കോ. ഇത് ഒരു പ്രാവശ്യം ഓടി പൊക്കാട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് കാശ് എടുക്കാൻ പറ്റൂലല്ലോ. 25 രൂപ വരും, ഇല്ലെങ്കിൽ പാത്രം പിടിച്ചോ. ഒരു കാര്യം ചെയ്തേ, ഈ പാത്രം ഫ്രീ ആയിട്ട് എടുത്താ. ഫ്രീ ആയിട്ട് നമുക്ക് തന്നെയാണ്. ഇങ്ങനെ കിടക്കുന്ന നോക്കണ്ട കേട്ടോ. ഇവിടെയായിരുന്നു അന്ന് വളരെ ഹിറ്റായിരുന്ന മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കർ. ഓർമ്മയുണ്ടാവും. ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കറുടെ ഷൂട്ടിംഗ് എല്ലാം ഇതാ ഈ സെറ്റിലായിരുന്നു. കൊച്ചമ്മ, ഞാൻ പോട്ടെ. ഇന്നെന്താ ഇത്രയും നേരത്തെ? ഞാൻ പറഞ്ഞില്ല എനിക്ക് അമ്മാവന്റെ വീട്ടിൽ പോണോന്ന്. എന്നോടെപ്പ പറഞ്ഞു? എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് ഉച്ചക്ക് 2 മണിയുടെ ട്രെയിനിന് അവക്ക് അമ്മാവന്റെ വീട്ടിൽ പോണോന്ന്. ഓഹോ, പിന്നെന്തൊക്കെ നീ പണിക്കരേട്ടനോട് പറഞ്ഞു? ഞാൻ പണിക്കരേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. പണിക്കരേട്ടൻ എന്നോടാ പറഞ്ഞത് അമ്മാവന്റെ വീട്ടിൽ പോകുമ്പോ വയലറ്റ് ചുരിദാർ തന്നെ ഇടണമെന്ന്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുത്തനെ ഉയരുന്നു. ഇത് കുറച്ച് കഷ്ടമാ. ഇതിനെതിരെ സമരം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ആരും ഉണ്ടാവൂലടി. അതെന്താ? എടി, നമ്മളൊരു മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോ 10 രൂപയുടെ മരുന്നിന് 150 രൂപ എന്ന് കേൾക്കുമ്പോ നമ്മൾ മരുന്ന് വാങ്ങിച്ച അസുഖം മാറ്റാൻ നോക്കുവോ സമരം ചെയ്യാൻ പോവോ? അത് പിന്നെ മരുന്ന് വാങ്ങിച്ച അസുഖം മാറ്റാൻ നോക്കും. അസുഖം മാറി കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം വാങ്ങിച്ച മരുന്നിന്റെ വില കുറക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ പോവോ? പോകത്തില്ല. ഇത് മുതലെടുക്കുകയല്ലേ നമ്മുടെ മരുന്ന് കച്ചവടക്കാർ. പണിക്കരേട്ടാ, എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ അല്പോ ആണുങ്ങൾക്ക് ഇത്രയ്ക്ക് അസൂയ പാടില്ലാട്ടോ. ഇതാണ് പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. അവരെ ഒന്ന് പൊക്കി പറഞ്ഞോ അവര് നമ്മളെ എടുത്തങ്ങ് പൊക്കും.
ഇനി അവരൊരു കുറ്റം പറഞ്ഞോ അവരെ നമ്മൾ എടുത്തിട്ടും കുത്തും. പിന്നെ എന്നിട്ടാണ് അപ്പുറത്തെ വീട്ടിലെ സണ്ണി പറഞ്ഞല്ലോ ഞാൻ ഉടുത്തിടങ്ങി വന്നാ നല്ല ചന്തമാണെന്ന്. ചന്തമാന്നല്ല പറഞ്ഞത്, ചന്തയാണ്. പണിക്കരേട്ടാ ക്ലാര ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് നിങ്ങൾ എന്താ എന്നോട് പറയായിരുന്നു? അത് കാര്യം ഇപ്പോഴല്ലേ വന്ന കമലോ. അല്ല ക്ലാരേ, ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ്. എന്താ? അയ്യോ എന്താ? ഇനി പറഞ്ഞു. 1989 ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് ടാഗോർ സെന്റിനറി ഓഡിറ്റോറിയം തിരുവനന്തപുരത്ത് അവിടെ ദൂരദർശൻ്റെ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ട് കൊച്ചിൻ ഗിന്നസിൻ്റെ ആദ്യ പ്രോഗ്രാം നടത്തുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് സ്ഥിരമായിട്ടുള്ളൊരു സ്റ്റേജ് ഷോയുമായി കൊച്ചിൻ ഗിന്നസ് പുറത്തിറങ്ങുന്നത്. ഈ ഒരു വേദിയിൽ നമ്മൾ ഏതൊക്കെ പ്രോഗ്രാം ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരെത്തും പിടുത്തമില്ല. കാരണം ഒരുപാട് പാരഡി ഗാനങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ചൻ തന്നുടെ ചരിതം പിടിവാശികൾ എന്നൊരു ഫലിതം ചാക്യാരോട് കയർത്തൊരു നമ്പ്യാർ പാടി ഉണർത്തിയ ധർമ്മം. ക്യാമറ ഫോണിൻ വരവോടിന്ന് കേരളമാകെ പീഡനമായി പിള്ളേരെല്ലാം പാഴായി. ഫ്യൂസൂരി എന്റെ ഫ്യൂസൂരി വീട്ടിലെ ഫ്യൂസൂരി കണക്ഷൻ തായോ പറ്റൂല ചേട്ടാ പറ്റൂല ഇന്ന് പോയിട്ട് വീണ്ടും വായോ. മാട്ട ട്രൂപ്പിൽ മിമിക്രി കാട്ടും ആർട്ടിസ്റ്റാണ് പയ്യൻ. സീസണായാൽ വീട്ടിൽ നിൽക്കാൻ ടൈമില്ലാത്തൊരു പയ്യൻ. മംഗളത്തിൽ ജോലിയുള്ള ചെറിയാനെത്തിയപ്പ അപ്പനോട് സ്നേഹമുള്ള മരുമോ. കോട്ടയത്തും പാലായിലും കൊച്ചിയിലും താമസിക്കും മക്കളെല്ലാം എത്തിയപ്പ പൊന്നപ്പ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കർ. അതുപോലെ തന്നെ കാന്താരി സ്പീക്കിംഗ്, നമ്മുടെ ഷാജോണും ഒരു ചെറിയ പയ്യനുമായിട്ട് ചേർന്ന ഒരു കോമഡി സ്കിറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എടാ എന്തിനാണോ നിന്നെയൊക്കെ സ്കൂളിലോട്ട് വിടുന്നത്? പഠിക്കാനാണോ അതോ പഠിക്കാനാണോ? അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ സാറ് എന്ത് ചോദ്യം ചോദിച്ചാലും അപ്പൂപ്പൻ മികച്ചു നിൽക്കുമായിരുന്നു, അറിയാമോ? നീ മികച്ചു നിൽക്കുവോ? ഇല്ല. പിന്നെ ചോദിക്കുമ്പോ ഞാൻ പകച്ചു നിൽക്കും. അന്ന് കാന്താരിയായിട്ട് അഭിനയിച്ച ആദിൽ ഇന്നിതാ UK-ൽ ഒരു വലിയ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ സിജു ഇരുമ്പനവും മോഹമ്മ പ്രസാദും ചേർന്നുള്ള കോമഡി ഫ്രണ്ട്സ്. നിനക്കറിയുന്നുണ്ടേ ഈ ഇരിക്കുന്ന പ്രതിമയില്ലേ, ഞാൻ വന്നപ്പോ ചോദിക്കണം ഇത് ആരുടെ ഇത്? ഇത് അവളുടെ എന്തോ അകന്ന ബന്ധത്തിൽ ആരോട് എന്നോട് പറഞ്ഞത്. മിലിറ്ററിയാണ്. ഈ അടുത്തൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരു ദിവസം എഴുന്നേക്കാൻ വൈകി പോയെന്ന് പറഞ്ഞ അവൾ ഈ കുന്തം കൊണ്ട് എന്നെ ചന്തിക്കിട്ട് കുത്തിയാറ്. മുകളിലും താഴെയും വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നിന്നൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്. നിന്റെ ഭാര്യക്ക് എത്ര പിള്ളേരുണ്ടടാ? 2 പേര്. നിനക്കാ? ഞങ്ങൾക്ക് 2 പേരും കൂടെയാണ് 2 പേര്. എന്റെ നാട്ടുകാർ പറഞ്ഞത് പെണ്ണും പിള്ളക്ക് 2 നിനക്കൊന്നാണെന്നാണ്. ഇത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നാനോ കാരാണെന്ന്. ഇതെന്തോന്ന് വോൾവോ ബസ്സാ? അയ്യോ ദൈവമേ, TV എവിടെ പോയി? ദൈവമേ, TV കള്ളം കൊണ്ടുപോയാ. ഞാനിനി എന്ത് പറയും ചേട്ടൻ വരുമ്പോ? അയ്യോ നാട്ടുകാരെ, അയ്യോ നാട്ടുകാരെ ഓടി വരണേ, വീട്ടിൽ കള്ളം കയറി TV കൊണ്ടുപോയേ. അയ്യോ ഞാനിനി എന്താ മക്കളെ, എന്താ മക്കളെ? വീട്ടിൽ കള്ളം കള്ളനോ എവിടെ? കയറി TV കൊണ്ടുപോയി. ഇത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ കോമഡി പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അവതരിപ്പിക്കുന്നതാണ് പോലീസ് സ്റ്റേഷൻ. ഇന്ന് തന്നെ പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. വല്ലോ നടക്കുവോന്നോ? എന്റെ പൊന്നു സാറേ, PC ഓമനക്കുട്ടന്റെ ഇളയ മോനുണ്ടല്ലോ ഉണ്ണിക്കുട്ടന്റെ കയ്യിലോട്ട് ആ കള്ളന്റെ രൂപരേഖ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അവൻ കാണാ കുണാന്ന് ഒരു വര വരച്ചാൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പോലിരിക്കും. ആഹാ, എങ്ങും തൂങ്ങിക്കിടക്കുന്ന മാറാലകൾ, ചിന്നിച്ചിതറിക്കിടക്കുന്ന ചപ്പുചവറുകൾ, കവിത എഴുതാൻ പറ്റിയ അന്തരീക്ഷം. ഈ പോലീസ് സ്റ്റേഷനൊക്കെ പുറമെ ആശുപത്രി, പല സ്കിറ്റുകളിലും പല പാരഡി ഗാനങ്ങളിലും ഒക്കെ ആശുപത്രിയായിട്ട് ഇതേ വേദി തന്നെ നമ്മൾ മാറ്റിമറിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആരോ ഓപ്പറേഷൻ ചെയ്തല്ലേ? എനിക്കൊരു ചെറിയ ഓപ്പറേഷൻ. അയ്യോ എനിക്ക് ഓപ്പറേഷനാ. ഓപ്പറേഷൻ ഇപ്പൊ കഴിഞ്ഞതേ
അത് പറഞ്ഞിട്ട് കാര്യമില്ല, തനിക്ക് ഒരു ഓപ്പറേഷൻ കൂടി വേണം. വെറുതെ അല്ല, കഴിഞ്ഞ പ്രാവശ്യം തന്റെ വയറ് കീറി ഞാൻ ചെറുകുടൽ ഓപ്പറേഷൻ നടത്തിയത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞല്ലേ വീണ്ടും വയറ് കീറി തന്റെ വൻകുടൽ ഓപ്പറേഷൻ നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയല്ലേ വീണ്ടും വയറ് കീറിയിട്ട് ആ മാസത്തിന് ഓപ്പറേഷൻ നടത്തിയത്. ഇങ്ങനെ അങ്ങ് ഒരു 5-6 ഓപ്പറേഷൻ കൂടി ആൾക്ക് വേണ്ടി വരും. അയ്യോ, അപ്പൊ ഇനി 5-6 ഓപ്പറേഷനും കൂടെ വേണ്ടി വരും. എങ്കിൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, എന്തേ? അടുത്ത ഓപ്പറേഷൻ സമയത്ത് എന്റെ വയറിൽ ഒരു സിബ് വെച്ച് പിടിപ്പിക്കും. അതെന്തിനാണോ? ആവശ്യത്തിന് അടക്കുകയും തുറക്കുകയും ചെയ്യാലോ. ഇതേ സ്ഥലം തന്നെ നമ്പൂതിരി ഇല്ലമായിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താണാവോ വിളിച്ചത്? സംഭാരം വേണമായിരുന്നു. ഉണ്ണിമായ മനസ്സിലായില്ലേ? ഇല്ലത്തെ വലിയ കാര്യ. തിരുമേനി, ഇല്ലത്തെ വാല്യക്കാർക്ക് ഇത്ര സൗന്ദര്യമെങ്കിൽ വേളിക്ക് എന്തായിരിക്കും സൗന്ദര്യം? പിന്നെ ഇതിനകം കാണണ്ടേ? ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. പക്ഷെ ഇത് സ്റ്റുഡിയോ ആയിരുന്നില്ല കേട്ടോ. ഇവിടെ ഇരുന്നായിരുന്നു ഞങ്ങളുടെ ഐറ്റംസ്, റിഹേഴ്സൽ, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഈ ഒരു ഗ്രൂപ്പ് അന്നിവിടെ സ്റ്റുഡിയോ ആയിരുന്നില്ല കേട്ടോ, സ്റ്റുഡിയോ താഴെയായിരുന്നു. ഇപ്പൊ ഇതിന്റെ എഡിറ്റിംഗ് എല്ലാം നടക്കുന്നത് ഇതേ വേദിയിലാണ്. ഇനി പാരഡി രാജാവായ VD രാജപ്പന്റെ പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ VD രാജപ്പന്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്തതും അതുപോലെ തന്നെ കോമഡി മിമിക്സിന്റെ ഒരുപാട് സ്റ്റേജ് ഷോസ് നമ്മൾ ഷൂട്ട് ചെയ്തതും ഇവിടെ വെച്ചാണ്. പ്രിയപ്പെട്ടവരെ, പാവം കാലിൽ നീര് വെച്ച് വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ പറയാണ്, ഭർത്താവിനോട് പറയുകയാണ്, ചേട്ടാ ആ മാവേ കയറി 2 മാങ്ങ പറിക്ക്. ഉടനെ അദ്ദേഹം പറയുകയാണ്, സ്റ്റേജ് ഷോ ഷൂട്ട് ചെയ്യുന്ന ഇവിടെയാണ്. പക്ഷേ ഞങ്ങൾ അവതരിപ്പിച്ച മറ്റു പ്രോഗ്രാമുകളുടെ വിദേശത്ത് പോയ ഓഡിയൻസിൻ്റെ ക്ലിപ്സ് എല്ലാം മിക്സ് ചെയ്ത് പലപ്പോഴും ഇത് വലിയൊരു സ്റ്റേജിലാണ് അവതരിപ്പിച്ചതെന്ന് പലർക്കും തോന്നും. എല്ലാം ഞങ്ങൾ ഈ ഒരു ചെറിയ വേദിയിൽ വെച്ചാണ് അവതരിപ്പിച്ചത്. എല്ലാം ഇവിടെ വെച്ചല്ല കേട്ടോ, ഒരുപാട് വലിയ വേദിയിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എടാ ചന്തു, ആ പെണ്ണുങ്ങളെ പോലെ അകത്തിരുന്ന് കളിയാക്കാതെ അപ്പുറത്തേക്ക് വാടാ. അവരിൻ നീ പുറത്തേക്ക് വരുന്നോ അതോ ഞാൻ പുറത്തേക്ക് ഓടണോ? എന്റെ വാളും പരിചയം എടുക്ക്. ഓ, വാളും പരിചയം പലിശ കൊടുക്കാത്തോണ്ടേ അത് ബ്ലേഡുകാരൻ രാജപ്പനെ എടുത്തോണ്ട് പോയി. ഓ ദുഷ്ടൻ. രണ്ടാമത്തെ പയ്യൻ എന്ത് ചെയ്യുന്നില്ലേ? എന്ത് ചെയ്യുന്നു? കൊല്ലത്തുള്ളൊരു അയ്യപ്പൻ കാവിൽ ജോലി, കൊച്ചമ്പലത്തിൽ ശാന്തിക്കാരന്റെ കീഴിൽ. ശാന്തിക്കാരന്റെ കീഴിലാണ്. അവിടെ എന്ത് പണി? അവിടെ പാമ്പിന് 100 പാല് കൊടുക്കുന്ന പണിയാണ്. അല്ല, ഈ 100 പാലിനും കൊണ്ട് ആ ബിസിനസ് കൊണ്ട് ജീവിക്കാൻ പറ്റും കേട്ടോ. ഈ അവൻ ആയ കൊണ്ട് പിടിച്ചേക്കാം. അവൻ പാല് മാത്രം കൊടുത്തിട്ട് 100 അവൻ അടിച്ചു മാറ്റും. എല്ലാം പറയണെങ്കിൽ മാത്രം സംസാരിക്കണം. നശിപ്പിച്ച്. ആ പിന്നെ നമുക്കറിയാമല്ലോ രാധാകൃഷ്ണൻ്റെ നാണിത്തള്ളയുടെ ചായക്കട എല്ലാം ഈ ഫ്ലോറിലാണ് കേട്ടോ. ഒരുപാട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. എന്താണത്? ഹോട്ടൽ എന്തോട്? കാലിത്തൊഴുത്തോ? സാറേ, അത് കാലത്തൊടുത്തല്ല, പിന്നെ ഇവിടുത്തെ അടുക്കളയാണ് സാറേ. അടുക്കളയാണ്. ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിനകത്ത് എന്തോടോ താറ് കളിക്ക് വെച്ചേക്കുന്നേ? അയ്യോ, ടാറ് കളിക്ക് വെച്ചേക്കണേ. അത് മീൻ പറക്കാനുള്ള എണ്ണയല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ടച്ച് ഫോണാ. അയ്യോ വേണ്ടേ. അതെന്താ? അതായത് എന്റെ മൂത്തമ്മ സ്മോൾ അടിച്ച് വരുമ്പോ ടച്ചിങ് ആയിട്ട് ഉപയോഗിക്കും. വേണ്ട. മുരളി ഗിന്നസും ബെറ്റ്സിനെയും ചേർന്നുള്ള ഡിണ്ടുമോൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡിണ്ടുമോനും ഇവിടെ തന്നെ. അപ്പൊ ഈ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് അങ്കിള് കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം. ഈ റേഡിയോ കണ്ടുപിടിച്ചതാരാ? മാർക്കോണി. അപ്പൊ ഈ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചതാരാ? റൈറ്റ് സഹോദരന്മാർ. ടെലിഫോണോ? ഗ്രഹാമ്പൽ. മനസ്സിലായോ? അതുപോലെ തന്നെ മുഹമ്മദ് പ്രസാദിന്റെ ക്ലീറ്റസ് ചേട്ടൻ. മോളെ പെണ്ണ് കാണാൻ പോയിട്ടാണ്. ഈ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ഇപ്പോൾ മറ്റേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഏത് മറ്റേ കാര്യങ്ങള്? അല്ല, മറ്റേ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ ഗോപാലേട്ടനായിട്ട് അത് വിട്ടരുത്. നമ്മളിങ്ങനെ കട്ടൻസ് മാറ്റി പല സംഭവങ്ങളും ഇവിടെ ചെയ്യാറുണ്ട്. നല്ലൊരു തറവാടായിട്ട് ഇവിടെ സെറ്റ് ഇട്ടിട്ടുണ്ട്. മോളെ, എന്താണ് ഒരു മ്ലാനത? മോക്ക് പറ്റൊരു അടിപൊളി ചെറുക്കനെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ കിളവനുമായിട്ട് കല്യാണം വേണ്ട.
ചെറുപ്പക്കാരനായ കളവരെ വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? കുടമാളൂരുള്ളൊരു കുടവണ്ടിയുള്ളൊരു ഇളവൻ വന്നു കാണാൻ. അതുപോലെ ഈ പോലീസ് സ്റ്റേഷൻ, ആശുപത്രി, ക്ലാസ് റൂം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കള്ളി ഷോപ്പ്. കള്ളി ഷോപ്പില്ലാത്ത കോമഡി സ്കിറ്റ് ഉണ്ടോ? കുടിയിലില്ലാത്ത കോമഡി സ്കിറ്റ് ഉണ്ടാവില്ല. എല്ലാവർക്കും ദുരിതം ഇവിടെ, എല്ലാവർക്കും ദുരിതം. ചാത്തൻ വാറ്റുകൾ വാങ്ങിയടിച്ചു, കണ്ണുകളോ പോയി. അത് ഞങ്ങൾ പല ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തും അതും ഇതും കൂടെ മിക്സ് ചെയ്താണ് പലപ്പോഴും കാണിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണല്ലോ അയ്യപ്പ ബൈജുവിൻ്റെ, നമ്മുടെ ബൈജു സ്പീക്കിംഗ്. എന്താ മനുഷ്യ കിടന്ന് കാറ് വിളിക്കുന്നത്? ഇവിടെ 2 ആഴ്ച നിൽക്കാന്നും പറഞ്ഞ നിന്റെ പുന്നാരാങ്ങളെ അവനെന്തി അവനെ ഞാൻ വെച്ചെടുത്തിട്ടുള്ള കാര്യം പറഞ്ഞു. എന്റെ ആങ്ങൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? 2 ആഴ്ച നിൽക്കാൻ വന്ന് അവൻ 2 ആഴ്ച കഴിയുമ്പോ എന്നെ വിൽക്കുമല്ലോ. നിങ്ങൾ എന്താ കാര്യം എന്ന് പറഞ്ഞു? എന്താ കാര്യം? എന്റെ പോക്കറ്റിൽ കിടന്ന കുറച്ച് പൈസ കാണാനില്ല, അത് അവൻ തന്നെ എടുത്ത് നീ കറക്റ്റ്. അവൻ എടുത്തുന്ന എന്താ ഉറപ്പ് എനിക്ക് എടുക്കാൻ പാടില്ലേ? എങ്ങനെ പറഞ്ഞ മനസ്സിലായില്ലേ? അവൻ എടുത്തുന്ന എന്താ ഉറപ്പ് എനിക്ക് എടുക്കാൻ പാടില്ലെന്ന്? നീ അല്ലേ ഇതെന്തൊക്കെയല്ല എടുത്ത നീ അല്ല. അവനായോണ്ട് 50 പൈസ എന്റെ പോക്കറ്റ് ബാക്കിയുണ്ട്. നീ ആണെങ്കിൽ ഒറ്റ പൈസ പോലും വെക്കാതെ കംപ്ലീറ്റ് അടിച്ചു പറ്റത്തില്ല. കോവിഡ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു വെറൈറ്റി വെബ് സീരീസ് ആയിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലൂക്ക. ഈ സെറ്റ് വർക്കുകളെല്ലാം റെഡിയാക്കുന്ന ആരാന്നറിയണ്ടേ? ബിൽബിൻ ഗിന്നസ്. നിങ്ങൾക്കറിയാമല്ലോ, കോമഡി, നല്ലൊരു കൊമേഡിയനാണ്. എല്ലാ ചാനലുകളിലും തെളിഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ബിൽബിൻ ഗിന്നസ്. സത്യം പറഞ്ഞാൽ കോമഡിയോടൊപ്പം തന്നെ പുള്ളി ആർട്ട് ഡയറക്ഷൻ കൂടെ കൊണ്ടുവരുന്നെങ്കിൽ ആ റേഞ്ചിലും പുള്ളി വളരെ പേരെടുക്കുമായിരുന്നു. പക്ഷെ നല്ലൊരു കലാകാരനാണ്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അദ്ദേഹം മിസ്റ്റർ ആൻഡ് മിസ് പണിക്കറിൻ്റെ വീടുണ്ടാക്കുന്നു, പെട്ടെന്ന് പോലീസ് സ്റ്റേഷനാക്കുന്നു, അത് തന്നെ വേറെ സർക്കാർ ആശുപത്രിയാക്കുന്നു, അത് കള്ളി ഷാപ്പാക്കുന്നു, കാന്താരിയുടെ വീടാക്കുന്നു, അത് ബൈജുവിൻ്റെ വീടാക്കുന്നു. ഇങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് പുള്ളി മാറ്റുന്നത്. പുള്ളിക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ മതി. ആ ടെക്നിക്ക്, ആ മാജിക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എടാ, എന്റെ വീടിന്റെ അടുത്തൊരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്. അവൾക്ക് പറ്റിയ വല്ല ചെറുക്കന്മാരുണ്ട് നിന്റെ കസ്റ്റഡിയിൽ? എടാ, അവളുടെ അച്ഛന് പാറ പൊട്ടിക്കലാ പണി, അവളുടെ അച്ഛന് കരികല്ല് പൊട്ടിക്കല്, അവൾക്ക് ഒരു ആങ്ങളയുണ്ട്, അയാൾക്ക് അമ്പലത്തിൽ വെടിപൊട്ടിക്കലാ പണി. അങ്ങനെയാണ് ആ ഫാമിലിപ്പെട്ട ഒരാളെ ഞാൻ തരാം. എന്താ പണി? അവൻ മാല പൊട്ടിക്കല. പൊട്ടിക്കും പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ സുദർശൻ മാഷിന്റെ സ്ത്രീവേഷം അറിയാമല്ലോ, രസകരമാണ്. സുദർശൻ മാഷും പ്രിൻസും ഗിന്നസ് വിനോദവും ഒക്കെ ചേർന്ന് അവതരിപ്പിച്ച കിങ്ങിണി മോൾ, അതും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? ഓ, ഡാഡിക്ക് പ്രത്യേകിച്ച് സ്പെല്ലിംഗ് ഒന്നും ഇല്ല കൊച്ചേ. വേണേ അങ്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു തരാം. എന്നാ അവിടെ അങ്ങോട്ട് പഠിക്ക്. പിന്നെ ഇന്ന് ഓഫീസിൽ പോയില്ലേ? അവിടെ പോയിരുന്നു പഠിക്കാൻ. അവിടെ പോയിരുന്നു പഠിച്ചാലേ എല്ലാം മനസ്സിലാകത്തുള്ളു. പോയിരുന്നു പഠിക്കാൻ. ഈ ഒരു 11 വർഷക്കാലത്തിൽ ഏകദേശം ഒരു 9-10 വർഷത്തോളം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത വ്യക്തിയാണ് മുരളി ഗിന്നസ്. അതുപോലെ സുബീഷ് ഗിന്നസ് ഉണ്ട്, ഷിജു അഞ്ചുമനയുണ്ട്. ഈ പാരഡി ഗാനങ്ങളുടെ ഒരു 80%, അതായത് 100-150ഓളം പാരഡി ഗാനങ്ങൾ രചിച്ചതും ഷിജു അഞ്ചുമനയായിരുന്നു. പ്രത്യേകിച്ച് അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ പല കോമഡി സ്കിറ്റുകളിലും സാജു നവോദയുടെയും രാജേഷ് പറവൂരിൻ്റെയും ഗിന്നസ് വിനോദിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇവിടെ വന്നു പോയിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ സാന്നിധ്യത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. നമ്മുടെയൊക്കെ ഏറ്റവും കൂടുതൽ നിന്ന് നമ്മുടെ ദേവിചന്ദന, മുരളി ഗിന്നസ്, ഷിജു അഞ്ചുമന, വിനോദ് ഗിന്നസ്, അഞ്ജന, സൗമ്യ, ബിൽബിൻ ഗിന്നസ്, സുബീഷ് ഗിന്നസ്, ഷാജോൺ, പ്രജോദ്, അരുൺ ഗിന്നസ്, സുധി കലാഭവൻ, ഉണ്ണി എസ് നായർ, കൊല്ലം സുധി, പ്രകാശ് പേട്ട, മുഹമ്മദ് പ്രസാദ്, മച്ചാൻ വർഗീസ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കോവിഡിന് ശേഷം വന്ന ഗിന്നസിലെ പുതിയ കലാകാരന്മാരായ രജി രാമപുരം, സുമേഷ് ചന്ദ്രൻ, അതുപോലെ അജീഷ് കോട്ടയം, സ്വാസിക, ഗായകരായിട്ടുള്ള നിസാം, വൈഗ, വർഷപ്രസാദ്, ഇവരുടെ ഒക്കെ റിഹേഴ്സലും നമ്മൾ ഇവിടെ വെച്ച് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച ഈ വേദിയിൽ സത്യം പറഞ്ഞ ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു വേദിയാണ്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയാം, ഗിന്നസ് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തിനാണ് പൊളിക്കുന്നത്? അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇത് പുതിയ രീതിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ആർട്ടിസ്റ്റുകൾക്ക് താമസിക്കുവാനും
അതുപോലെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള സ്റ്റുഡിയോ ഫ്ലോർ എല്ലാം, റിഹേഴ്സൽ ക്യാമ്പ് എല്ലാം നിർമ്മിക്കുവാൻ വേണ്ടിയാണ് ഇത് പൊളിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ആദ്യം എന്തിനാണ് ഗിന്നസ് പൊളിഞ്ഞു എന്ന് ടൈറ്റിലിട്ടതെന്നല്ലേ? ഗിന്നസ് പുരോഗമനത്തിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആരും കാണത്തില്ല എന്ന് എനിക്കറിയാം, നല്ല ഉറപ്പാണ്. ആളുകൾക്ക് നെഗറ്റീവ് കാണാനാണ് താല്പര്യം. അതുകൊണ്ട് ചുമ്മാ ഒരു നമ്പർ ഇട്ടതാണ് ഗിന്നസ് പൊളിഞ്ഞു. പൊളിഞ്ഞിട്ടില്ല, അടിച്ച് പൊളിച്ച് കയറി വരാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും എല്ലാം കൂടെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിർത്തുന്നു. Guinness, 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 Guinness.